Hello guys, again welcome back my channel Talk Malayalam. ഇന്ന് നമ്മൾ പറഞ്ഞാൽ Realme XT എന്ന ഫോണിൻ്റെ ഫുൾ റിവ്യൂ, ഡീറ്റെയിൽഡ് റിവ്യൂ. ഇപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ വേറെ ചാനൽ യൂട്യൂബ് ചാനൽസൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഒരു അമേസിങ് ഡിവൈസാണ്, സൂപ്പർ ഡിവൈസാണ് Realme XT. Redmi Note 8 Proയോട് വേണ്ടി കട്ടയ്ക്ക് പൊരുതാൻ വന്ന ഫോണാണ്. അവരും കോമ്പറ്റീഷനാണ്. അപ്പം നിങ്ങൾക്ക് Realme XT വാങ്ങിക്കണം അല്ലെ വേറെ ഏതെങ്കിലും ഫോൺ വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങളെ തീരുന്നതാണ്. അപ്പം ജസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ വീഡിയോ കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മുടെ Realme XT വരുന്നത് 6.4 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വേറെ ഒന്നും പറയേണ്ടതില്ല. ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് അവർ ഡിസ്പ്ലേ ഈ ബഡ്ജറ്റിൽ. പിന്നെ വരുന്നത് ക്യാമറ, ഏറ്റവും ഹൈലൈറ്റ് ക്യാമറയാണ്. വേൾഡിലെ ഫസ്റ്റ് 64 MB ക്യാമറ, സാംസങ്ങിൻ്റെ സെൻസറാണ് യൂസ് ചെയ്യുന്നത്. 64, 8, 2, 64ൻ്റെ മെയിൻ ക്യാമറ, 8 വരുന്നത് ഡെപ്ത് സെൻസിങ്, 2 പിന്നെ വരുന്നത് 2 വരുന്നുണ്ട്. പിന്നെ മാക്രോ ഷോട്ടിന് ഒരെണ്ണം വരുന്നുണ്ട്, പിന്നെ ബൊക്കെ മോഡിന് ഒരെണ്ണം വരുന്നുണ്ട്. അപ്പം ടോട്ടൽ 4 ക്യാമറ ഉള്ള ഒരു അമേസിങ് ഡിവൈസ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് തന്നെ വരുന്നത് ഡിസ്പ്ലേ തന്നെ ഫിംഗർ പ്രിൻറ്റ്. ഇതിലെ ഒരു എക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് കുറഞ്ഞെന്ന് വെച്ചാൽ പോപ്പപ്പ് ഡിസൈൻ അല്ല എന്നുള്ളതാണ്. നോച്ച് ഡിസൈനാണ്, ഡ്യൂ ഡ്രോപ്പ് ഡിസൈനാണ് വരുന്നത്. ബാക്കി എല്ലാം ഹെവി. പിന്നെ Realme XTയുടെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 712 ആണ്. ഇതിൽ ഏറ്റവും എക്സിനെ അപേക്ഷിച്ചൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് തന്നെ പറയാം. കാരണം Realme Xൽ സ്നാപ്ഡ്രാഗൺ 710 ഉള്ളൂ. ഇച്ചിരിയുടെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള പ്രോസസ്സർ, ഇച്ചിരിയുടെ എക്സിനെ അപേക്ഷിച്ച് ഇച്ചിരിയുടെ ബെറ്റർ പെർഫോമൻസ്, സ്പീഡ് ഒക്കെ കിട്ടുന്ന Realme XTക്ക് ആയിരിക്കും. കാരണം എന്താ അറിയുമ്പോൾ അവർ പോപ്പപ്പ് ഡിസൈൻ ഒഴിച്ചു കഴിഞ്ഞാൽ Realme Xനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോപ്പപ്പ് ഡിസൈനാണ് ഇഷ്ടമെങ്കിൽ Realme X എടുത്തോളൂ, അതാണ് ഇച്ചിരി നല്ലത്. പെർഫോമൻസിൽ ശകല ഇമ്പ്രൂവ്മെൻ്റ് അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് പോപ്പപ്പ് ഡിസൈൻ അല്ല നോർമൽ ഡിസൈൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ബെസ്റ്റ് അവർ ഫോൺ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീസ് എല്ലാം ചെയ്യുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ XT എടുക്കുക. പിന്നെ പലർക്കും വരുന്ന ഒരു പ്രത്യേകമാണ്, ഇത്ര നേരം ചാർജ് നിൽക്കും, ഇത്ര ബാറ്ററി. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ബാറ്ററിയാണ്. അപ്പം Realme XTക്ക് 4000 mAh ബാറ്ററി തന്നിട്ടുണ്ട്. ഉള്ളതിൽ വെച്ചൊരു ബെസ്റ്റ് അവർ ബാറ്ററി. കാരണം എൻ്റെ 2 Proയ്ക്ക് 3500 ഉള്ളൂ, അത് തന്നെ നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം 4000 mAh ബാറ്ററി അധികമാണ്, എക്സ്ട്രാ ആണ്. Realme Xന് അത്രയും കിട്ടുന്നില്ല, 3700 സംതിങ് ബാറ്ററി കിട്ടുന്നുള്ളൂ. അപ്പം അതും ഒരു അപ്ഗ്രേഡ് നിൽക്കുന്നത് Realme XT ആണ്. അപ്പം പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Realme XTക്ക് പ്രൈസ് വരുന്നത് Realme X5 Proയ്ക്ക് വന്ന ഇപ്പം കുറച്ച് മുമ്പ് ലേറ്റസ്റ്റ് വന്ന Realme 5 Pro ആണ്. 5 Proയ്ക്കും Xനും സെൻട്രൽ ലെവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം 5 Proയ്ക്ക് 14,000 വരും, Xന് 17,000 വരും, 15, 16 ഈ റേഞ്ച് ആയിരിക്കും. കൺഫേം പ്രൈസാണ് 15,000 അല്ലെങ്കിൽ 16,000. എൻ്റെ പ്രാർത്ഥന 15,000 ആകുള്ളതാണ്. കാരണം നമുക്ക് 15,000 തന്നെ ഇച്ചിരി നല്ല ബെറ്റർ പ്രൈസാണ്. വേൾഡിലെ ഫസ്റ്റ് 64 MB ക്യാമറ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അടിപൊളി ഫോണാണ്. പ്രോസസ്സർ പറഞ്ഞു, പോപ്പപ്പ് ക്യാമറ പറഞ്ഞു. പിന്നെ എൻ്റെ വെയിറ്റ്, ഞാൻ ഈ ഓരോരുത്തർക്ക് XTയുടെ വീഡിയോ പറഞ്ഞത് XTക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതലാണെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം 193 grams ഉണ്ട്, കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അപ്പം അങ്ങനെ വെയിറ്റ് കൂടുതലെന്ന് Realme XT എടുത്തവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനാണ്, അല്ല Realme X എടുത്തവർക്ക് വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനാണ് Realme XT എടുക്കുക. XTക്ക് 190 ഗ്രാംസേ ഉള്ളൂ. അപ്പം അത് വെയ്റ്റ്ലെസ് ആണ്, നല്ല സ്മൂത്താണ്. പിന്നെ വരുന്ന ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ബാക്കും ഫ്രണ്ടും ഗൊറില്ല ഗ്ലാസിൻ്റെ 5 സപ്പോർട്ടുണ്ട്. ഇപ്പോഴത്തെ ലെവൽ വെച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ഗൊറില്ല ഗ്ലാസ് ആയ 5 അങ്ങനെ താഴെ വീഴാനൊന്നും അങ്ങനെയൊന്നും പൊട്ടത്തില്ല. അടിപൊളി പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഫോണാണ് Realme XT. ഇപ്പം Xനാകുമ്പം ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിൽ മാത്രമേ വരുന്നുള്ളൂ, ബാക്കിൽ ഒരു ഗ്ലാസ് പാനലല്ല. അതുമാത്രമല്ല Realme അവതരിപ്പിച്ച അവരുടെ ബാക്കിൽ ഗ്ലാസ് പാനലുള്ള ആദ്യത്തെ ഫോണാണ് Realme XT. അപ്പോൾ കുറേ പ്രത്യേകത ഉണ്ട് Realme XTക്ക്. ബാക്കിൽ 4 ക്യാമറ, Xനാണെങ്കിൽ 2 ക്യാമറ. അപ്പം Realme XT ഒരു പൊളി എന്ന് പറയാൻ പറ്റത്തില്ല, വേറെ ലെവൽ ഡിവൈസ്. ഞാൻ Realme ഇങ്ങനത്തെ ഒരു ഫോൺ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഉറപ്പായിട്ടും Realme XT എടുക്കത്തുള്ളൂ. അപ്പം ഞാനും ചൂസ് ചെയ്തിരിക്കുന്ന Realme XT ആണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് പോപ്പപ്പ് ഡിസൈൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, വെറൈറ്റി ട്രെൻഡ് ഡിസൈൻ വേണമെങ്കിൽ X എടുത്തോളൂ. അപ്പം നിങ്ങളുടെ തീരുമാനമാണ് എല്ലാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ ഇനിയും വീഡിയോസ് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ അടിച്ചിട്ട് അപ്പോൾ പോയിട്ട് വീഡിയോ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് നാളെ ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ ഇടാം. അപ്പം നാളെ അടിപൊളി ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം. സീ യു.